നെഹ്റു യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആയിരുന്നോ അതോ കാശ്മീരി പണ്ഡിറ്റായിരുന്നോ? ഒരുപാട് പേർ ഇങ്ങനെ ചില സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ നിരീക്ഷണങ്ങൾ നടത്തിയ മാധ്യമപ്രവർത്തകനായ കുമാർ ചെല്ലപ്പൻ സാറിന് കൃത്യമായി അതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. സുനിൽ, ഇത് സംബന്ധിച്ച് വ്യക്തമായ പുസ്തകങ്ങളൊന്നും ആരും എഴുതിയിട്ടില്ല ഇതുവരെ, എൻ്റെ അറിവില്ല. ഞാൻ ഒന്ന് രണ്ട് പേര് കർണാടകത്തിലുള്ള ഒരു കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, സോഷ്യൽ നിരീക്ഷകൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് മറ്റു പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ് 1857 ശിപായി ലഹള എന്നറിയപ്പെടുന്ന നടക്കുന്നത്. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ബ്രിട്ടീഷ് ഭരണം ഉറപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് മുഗളന്മാരെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കുറേ പേരെ. അക്കാലത്ത് ഡൽഹിയിലെ കൊത്വാൾ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു, ഗിയാസുദ്ദീൻ ഖാൻ. കൊത്വാൾ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഉദാഹരണത്തിന് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. അപ്പോൾ ഈ മുഗൾ ഭരണകാലത്ത് ഈ കൊത്വാൾ അതിന് പദവിയും അതിന് മുകളിലുള്ള പദവിയും മുഗൾ വംശജക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിരുന്ന, മുസ്ലിമുകൾക്ക് മാത്രം, അവർക്ക് മാത്രമേ അതാവാൻ പറ്റുള്ളൂ. അപ്പം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാർ ഈ മുഗളന്മാരെ ഓടിച്ച് പിടിച്ച് കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് ഈ ഗിയാസുദ്ദീൻ അപ്രത്യക്ഷനായി ഡൽഹിയിൽ നിന്ന്. പിടിച്ച അയാളെ കൊല്ലും. അപ്പോൾ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ട് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ ഇയാൾ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത് ഗംഗാധർലാൽ നെഹ്റു എന്നുള്ള പേരിലാണ്. കശ്മീരിയാണ് എന്ന അവകാശവാദത്തോടു കൂടിയാണ് അയാൾ വന്നത്. കാശ്മീരി പണ്ഡിറ്റാണെന്ന്. അപ്പം അതിൽ ആദ്യത്തെ തമാശ, നെഹ്റു എന്നുള്ള പേര് കാശ്മീരികൾക്കില്ല, സർനെയിം ഇയാൾ മാത്രം ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ നെഹർ എന്ന് പറഞ്ഞാൽ നദി, നെഹർ നദിയുടെ അക്കരെ താമസിക്കണം എന്നുള്ള ഇതൊക്കെയാണ് അവരന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിവേ, ഗംഗാധർലാൽ നെഹ്റു ആണ് ഈ കുടുംബത്തിൻ്റെ എന്താ പറയുക സ്ഥാപകൻ. അയാൾ തന്നെയാണ് ഗിയാസുദ്ദീൻ എന്ന് എല്ലാവരും പറയണു. ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് മറന്നു. വളരെ പെട്ടെന്ന് ഗെറ്റിംഗ് ഓൾഡ് ഇത് മറന്നുപോയി. അപ്പോൾ ഗംഗാധർലാൽ നെഹ്റുവിൻ്റെ മകനാണ് എന്താ പറയുക ഈ മോത്തിലാൽ നെഹ്റു. ഗംഗാധർലാൽ നെഹ്റുവിന് 2 or 3 ഭാര്യമാരുണ്ടായിരുന്നു. നല്ല എന്താ പറയുക എന്റർടൈനർ ആയിരുന്നു. പിന്നെ പുള്ളി ഏതോ കടയിൽ മറ്റേ ജോലിക്ക് നിന്ന് അയാളുടെ ഭാര്യ അടിച്ചു മാറ്റി, അതൊക്കെ ഉണ്ട്. അഭിഹിത ബന്ധമൊക്കെ ഉണ്ട്. അയാളെ പറ്റിയിട്ട് കണ്ടുപോകാൻ അയാൾ അത്ര നല്ല കഥാപാത്രമൊന്നും ആയിരുന്നില്ല. പിന്നെ പറഞ്ഞു വന്നത് പ്രത്യക്ഷപ്പെട്ടത് ഗംഗാധർലാൽ നെഹ്റു, കാശ്മീരി പണ്ഡിറ്റ്, കാശ്മീരി ബ്രാഹ്മണൻ. ഇതങ്ങോട്ട് പറഞ്ഞ് പരത്തി എല്ലാവരും വിശ്വസിച്ചു. കാശ്മീരിലെ ഒരു രാജതരംഗിണി എന്ന് പറഞ്ഞൊരു പുസ്തകത്തെക്കുറിച്ച് സുനിൽ വായിച്ചിട്ടില്ല? രാജതരംഗിണി എഴുതിയ കൽഹണ പണ്ഡിത എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ പുസ്തകമാണ്. അത് കശ്മീരി ഭാഷയിലാണ് എഴുതിയത്. അത് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടില്ല. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കരാറെടുത്തിരിക്കുന്ന ആൾ മാർക്സിസ്റ്റുകാരനാണ്. അയാളുടെ ഭാര്യ ഒരു സംസ്കൃത പണ്ഡിതയാണ്. അവരാണ് ചെയ്യേണ്ടത്. ഇതുവരെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇപ്പം അവരൊന്ന് നോക്കിയിരിക്കുകയാണ്. ഇത് ഗജപ്രസവം പോലെ ആ പുസ്തകം ഒരു കാലത്തും വന്നിട്ടില്ല. എന്താ പറയാ? അതിൽ കശ്മീരികളുടെ യഥാർത്ഥ ചരിത്രം, കശ്മീർ എങ്ങനെയാണ് ഒരു മുസ്ലിം രാജ്യമായി മാറിയത്, മുസ്ലിം മജോറിറ്റി സ്റ്റേറ്റായി മാറിയെന്നുള്ള ചരിത്രം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കശ്മീരികൾ ഹിന്ദുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ. ഡോഗ്ര അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. അവർ മുഴുവൻ കശ്മീരി ഹിന്ദുക്കളാണ്, അവർ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കശ്മീർ കീഴടക്കാൻ വേണ്ടി ഇസ്ലാമിക് തീവ്രവാദികൾ വന്ന് പേര് മാറ്റി ഹിന്ദുക്കളായി അവിടെ ഭരണം വരെ കയ്യേറി. അത് ശരി, മനസ്സിലായില്ലേ? അവർ ഭരണം കയ്യേറി ഹിന്ദു പേരിൽ, ഹിന്ദു നാമധാരികളായിട്ട് പേരിൽ കയ്യേറുകയും അവിടെയുള്ള കശ്മീരി വനിതകളെ കല്യാണം കഴിച്ച് മുസ്ലിം മതത്തിലേക്ക് തന്ത്രപൂർവ്വം കൺവേർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത ചരിത്രം. അങ്ങനെയാണ് ഇതൊരു മുസ്ലിം മജോറിറ്റി പ്രോവിൻസ് ആയിട്ട് മാറിയത്.
ഇന്ത്യയിലെ ഏറ്റവും വിസ്താരമേറിയ സ്ഥലമാണ് കശ്മീർ എന്ന് പറയുന്നത്. കശ്മീരിന് സുനിൽ തന്നെ ഇതിനു മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. അതായത് നമ്മുടെ മുൾട്ടാൻ പിന്നെ ബൽജിത്ത് പ്രോവിൻസും ഇതൊക്കെ ഇന്ത്യയോട് ചേർന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനോട് വന്നേനെ. ആ ഇടനാഴിയുടെ കാര്യം സുനിൽ ഞാൻ പറഞ്ഞാണ്. ഞാനിതാ നമ്മുടെ ദവേശ്വർ തിലക് ദവേശ്വർ എന്ന് പറയുന്ന സുരക്ഷാ വിദഗ്ധൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, കശ്മീരി പാകിസ്ഥാൻ കൊണൻഡ്രം എന്ന് പറഞ്ഞാൽ. ആ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ബലൂചിസ്ഥാനിലെ രാജാവ്, അയാളുടെ പേര് ഖാൻ ഓഫ് കലാട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കലാട്ട്. അയാൾ ഹിന്ദു ആയിരുന്നു. ഹിന്ദു ആയിരുന്നു. അതെ 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 അതെ. ഡൽഹിയിൽ വന്ന് ജിന്നയും നെഹ്റുവും മൗണ്ട് ബാറ്റനും കൂടെ കരാർ ഒപ്പിട്ടു. അങ്ങനെ ആയിരുന്നല്ലോ കലാത്ത് സ്വതന്ത്ര രാജ്യമാകും. അതെ. എന്നിട്ട് കലാട്ടിന്റെ അടുത്ത് പറഞ്ഞു പാകിസ്ഥാനിൽ ചേരണം എന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ ചേർന്നാലേ നിങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾ ഉറപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞ് ജിന്നെ പറഞ്ഞ് പറ്റിച്ചതാണ്. അവസാനം ഖാൻ കലാട്ട് അതിനകത്ത് ചേർന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ പട്ടാളക്കാരെ വിട്ട് ഖാൻ കലാട്ടിനെ അയാളുടെ കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്തു. രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാകുന്നത്. അതെ അതെ. അത് ആ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ രാജതരംഗിണി എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകമാണ്. എങ്ങനെയാണ് കശ്മീർ ഇന്ത്യക്ക് നഷ്ടമായത്, ഇവര് കശ്മീർ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിച്ചത് എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും കൽഹണ പണ്ഡിത എഴുതി. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വായിച്ചിരിക്കുന്നത്. 2 വോള്യം ഉണ്ട്. അത് വളരെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഇത് ഒരിക്കലും ഡിസ്കസ് ചെയ്യില്ലല്ലോ നമ്മുടെ ആൾക്കാർ. ഇപ്പൊ ഉദാഹരണത്തിന് സീതാറാം ഗോയൽ ഒരു പുസ്തകം എഴുതി, കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ എന്ന് പറഞ്ഞ്, വായിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ട്. കൽക്കട്ടയിലെ ഖുറാൻ പെറ്റീഷന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുറാനിൽ ആദ്യത്തെ സെന്റൻസ് തന്നെ ഇൻഫിഡൽസ് ആയിട്ടുള്ളവരെ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ കൊല്ലണം, അപ്പ വെട്ടിക്കൊല്ലണം, ഒരുത്തനായിട്ട് ഇടപെടരുത്, അവന്മാരെ കൊല്ലണം, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പെറ്റീഷൻ കൊടുത്ത ആളുടെ പേരും ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണത്. ആ മനുഷ്യൻ ചോദിച്ചു, അല്ല ഈ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മത പുസ്തകത്തിൽ അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്, അത് മതേതരത്വത്തിന് അനുകൂലമാണോ അല്ലയോ എന്ന് ബഹുമാനപ്പെട്ട കോടതി ഒന്ന് തീരുമാനിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാണ് പെറ്റീഷൻ കൊടുത്തത്. ആ പെറ്റീഷൻ കൊടുത്ത ആളെ പിടിച്ച് 2 വർഷം ജയിലിലിട്ട് വരും. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം, ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതുണ്ടല്ലോ, ഇവര് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകം എഴുതിയത് സീതാറാം ഗോയലാണ്. സീതാറാം ഗോയൽ എഴുതുകാരൻ എന്ത് പറ്റി, RSSകാരനാക്കി അങ്ങേരെ സംഖ്യയാക്കി. അത് സത്യം പറഞ്ഞാൽ ഉടനെ സംഖ്യയാക്കി. അവർ നോ സംഖ്യ പിന്നെ അടുപ്പിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി. അതെന്തെങ്കിലും ആട്ടെ, അതൊക്കെയാണ് നടന്നത്. അപ്പോൾ ഈ കശ്മീർ അതിനുശേഷമാണ് മോത്തിലാൽ നെഹ്റു വന്നു. അയാൾക്ക് ഈ പറഞ്ഞ പോലെ എത്ര നല്ല കഥാപാത്രത്തിൽ, അയാൾ എന്തായിരുന്നു എന്നറിയില്ലേ, വല്ല തൊഴിൽ. മോത്തിലാൽ നെഹ്റു വക്കീൽ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പഴയ 10ാം ക്ലാസ്സും ഗുസ്തിയാ. അയാൾ വക്കീൽ പരീക്ഷ ഒന്നും പാസ്സായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടൊരു പ്ലീഡർ പരീക്ഷ അന്ന് ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ കഴിഞ്ഞിട്ട്. അത് പാസ്സായിട്ടേ ഉള്ളൂ ഇയാൾ. പിന്നെ കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. അന്ന് ഈ പറഞ്ഞ പോലെ വക്കീലന്മാരൊന്നും അധികം ഇല്ലല്ലോ, കോടതിയൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനെ ഇയാൾ വക്കീലായതാണ്. ഇയാൾക്കല്ലാണ്ട് വലിയ ഈ പറഞ്ഞ പോലെ കേസും പ്രാക്ടീസും കൂടോത്രമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക്. തട്ടിപ്പ് പരിപാടിയായിരുന്നത്, കുടുംബത്തോട് തട്ടിപ്പാണ് ഇവര്. അതിനുശേഷമാണ് മോത്തിലാൽ നെഹ്റുവിന്റെ മകൻ ജവഹർലാൽ നെഹ്റു വന്ന്. ജവഹർലാൽ നെഹ്റു ഏതെങ്കിലും കേസ് വാദിച്ച് ജയിച്ചായിട്ട് കേട്ടിട്ടേ ഇല്ല. അയാൾ ചെയ്തിട്ടില്ല. അയാൾ പാവം സിഫിലിസ് പിടിച്ച് ചത്തു അവസാനം 64. ഇതൊന്നും ആരും പറയില്ല. ഇതൊന്നും അങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു രോഗം വന്നാണ് മരിച്ചതെന്നുള്ളത് ശരിയാണോ? ഉറപ്പല്ലേ. ഇതിന് അമേരിക്കയിലൊക്കെ അവരുടെ രഹസ്യം. നമ്മുടെ കൂടുതൽ വിവരങ്ങൾക്ക് സമീപിക്കുക സുബ്രഹ്മണ്യം സ്വാമി, ന്യൂഡൽഹി. സമീപിക്കുക, എല്ലാ രേഖകളും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ഇതാണ് സംഭവം. അതാണ് കുറെ ഡോക്യുമെന്റ്സ് ഈ സോണിയാഗാന്ധി കടത്തിക്കൊണ്ടുപോയത്. അതെ അതെ. അത് 200 ബോക്സ് മറ്റേ കടത്തിക്കൊണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഒരിക്കൽ പാർലമെന്റിൽ പ്രസംഗിച്ചതിനെ കുറിച്ച് സുനിൽ ഒരു ഷോ ചെയ്തിരുന്നു ഒരിക്കൽ, ഓർക്കുന്നില്ലേ? മറ്റേ ദ ക്രൈസിസ്, ദ JFK ക്രൈസിസ് ഇയേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് നെഹ്റുവിന്റെ തനി സ്വഭാവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അല്ല, ഈയിടെ പാർലമെന്റിൽ 2-3 പുസ്തകങ്ങൾ ഒക്കെ കാണിച്ചു കഴിഞ്ഞു. പുറത്ത് പറയാൻ കൊള്ളില്ല ആ കുടുംബത്തെ കുറ്റി. പിന്നെ നിഷികാന്ത് ദുബെ എഴുതി കഴിഞ്ഞ പുസ്തകമല്ലേ പറയാം, റെഡ് സാരി അത് ഇതൊക്കെ. പിന്നെ മുഹമ്മദ് റെമിനിസൻസസ് ഓഫ് നെഹ്റു, അതിനകത്ത് ഷീ എന്നുള്ള ചാപ്റ്റർ മാറ്റിയതും
ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതെയോ? അത് ഞാൻ വായിക്കാൻ തരാം കേട്ടോ. വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. യു ഷുഡ് റീഡ് ദാറ്റ് ബുക്ക്. വേറെ ആരും വായിച്ചില്ല, സുനിൽ വായിക്കണത്. ഞാനൊക്കെ വായിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ വായിക്കുന്ന പോലെ, സുനിലാകുമ്പോൾ അറിയാതെ ബിറ്റ്വീൻ ദ ലൈൻസും ബിഹൈൻഡ് ദ ലൈൻസും ഒക്കെ വായിക്കാൻ സുനിൽ മിടുക്കനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ആ പുസ്തകത്തിനകത്തൊക്കെ നെഹ്റുവിന്റെ സ്വഭാവം വ്യക്തമായിട്ട് ശരിക്കും ഈ രാഹുൽ ഗാന്ധി ശരിക്കും മുസ്ലിമാണെന്നാണ് പറയുന്നത്. പിന്നെ അല്ലേ, അവന്റെ അപ്പൂപ്പനാരാ? ഈ ഇന്ദിരാഗാന്ധിയുടെ കെട്ടിയവൻ ആരാ? പാഴ്സി അല്ലേ? അയാൾ മുസ്ലിമാണ്. അയാൾ ഫിറോസ് ഗണ്ഡിയാണ്. പക്ഷെ GHANDI. പരക്കെ പറയുന്നത് മുസ്ലിം അല്ല, പാഴ്സി ആണെന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി സൂചകമായിട്ടുള്ള ചർച്ച നടന്നതിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ് അവർ മൊത്തം മോഷ്ടാക്കളാണ്, ഗാന്ധിയുടെ പേര് വരെ അവർ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഗാന്ധിയുടെ സെക്രട്ടറി, എനിക്ക് വളരെ അടുത്ത സുഹൃത്തായിരുന്നു, വെങ്കിട്ടറാം കല്യാണം എന്ന്. 3-4 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ സ്ഥിരം പോയി കാണാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, സാർ ഈ ഗാന്ധി എങ്ങനെയാണ് ഇവരെ ദത്തെടുത്താണെന്ന്. അസംബന്ധം, നോൺസെൻസ്, അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. അവർ ചുമ്മാ അവർക്കറിയായിരുന്നു ഈ ഗാന്ധി എന്നുള്ള പേര് വിൽക്കാൻ പറ്റുന്നത്, അങ്ങനെ ഉപയോഗിച്ചതാണ്. അയാളുടെ പേര് ഗണ്ഡി എന്നാണ്, GHANDI എന്ന്. ആൻഡ് ദേ ആർ മുസ്ലിംസ്. പിന്നെ ഈ പാഴ്സി എന്ന് പറയുന്നത് എന്താ? പാഴ്സി എന്ന് പറയുന്നത് അവർ ഇട്ട കൊടുത്ത പേര്. പാഴ്സി മതത്തിൽ ഒരു പ്രത്യേകത സുനിലിൽ അറിയില്ലേ? ഇപ്പൊ സുനിൽ, യു ആർ എ പാഴ്സി. ഓക്കെ, സുനിൽ ഒരു നോൺ പാഴ്സി വുമണിനെ കല്യാണം കഴിച്ചു. യു ആർ ഔട്ട് ഓഫ് ദ പാഴ്സി കമ്മ്യൂണിറ്റി. യു ക്യാൻ നെവർ കൺവേർട്ട് ടു പാഴ്സി റിലീജിയൻ. പാഴ്സി മതത്തിന് ബന്ധപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരെ പാഴ്സി മതത്തിൽ നിന്നും നിരോധിക്കും. ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ തന്നെ ഭാര്യ ഒരു ഉദാഹരണമാണ്, റോഷ്ന. സുപ്രീം കോടതിയിലെ ലോയറാണ്. ഒരു പ്രേമവിവാഹമായിരുന്നു. അവർ പാഴ്സിയാണ്. അവരുടെ അച്ഛൻ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ്. നമുക്ക് പിന്നെ ഒരിക്കൽ സംസാരിക്കാനെ പറ്റിയിട്ട്. അവർക്ക് ടെമ്പിൾ ഓഫ് ഫയറിലൊന്നും കയറാൻ പറ്റൂല, പാഴ്സി ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. അവർ പാഴ്സി മതത്തിൽ നിന്ന് പുറത്താക്കി. നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി, അവര് പഞ്ചാബി ബ്രാഹ്മണ സ്ത്രീയാണ്. അവർ കല്യാണം കഴിച്ചിരിക്കുന്ന ഇറാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഴ്സീനെയാണ്. അവർ പാഴ്സി മതത്തിലല്ല. അയാൾക്ക് പാഴ്സി മതത്തിൽ നിന്ന് എന്താ പറയണ അംഗത്വം നഷ്ടപ്പെട്ടു. 2 മതങ്ങളാണ് ലോകത്തിൽ റിലീജിയസ് കൺവേർഷൻ അനുവദിക്കാത്ത രണ്ട് ഒന്ന് ജൂതന്മാരും പിന്നെ ഒന്ന് പാഴ്സികളും. ഇവർ രണ്ടുപേരുമായിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. അവരെന്ത് പറഞ്ഞാലും ഇവർ എസ്സേ പറയുള്ളൂ. കാരണം ഇവർക്കറിയാം പാഴ്സികളും പിന്നെ എന്താ പറയുക ജൂതന്മാരുമാണ് ഇവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ കിഴക്കൻ മേഖലയിൽ ഇന്ത്യനെ നയിച്ചതിരുന്ന മേജർ ജനറൽ JFR ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജൂതനായിരുന്നു. ശരി, ജൂതനായിരുന്നു അദ്ദേഹം. അതായത് പഞ്ചാബ് ഗവർണറായി. നരേന്ദ്രമോദി നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി പിന്നെ ഗോവയുടെയും പിന്നെ അത് കഴിഞ്ഞിട്ട് തുടർന്ന് പഞ്ചാബിൻ്റെയും ഗവർണറായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജൂതനായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നല്ലേ കേരളത്തിലെ SS കോഡർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു ഷോപ്പ്. ദാറ്റ്സ് അനദർ തിങ്. ഇതാണ് പാഴ്സികൾ എന്ന് പറഞ്ഞാൽ അവര് എന്താ പറയണ അവരുടെ അല്ല, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇയാൾ മുസ്ലിമായിട്ട് പാഴ്സിയാണെന്ന് മനഃപൂർവ്വം പ്രചരിപ്പിക്കുക? അവര് എന്താ പറയണേ, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞ് മുസ്ലിമാണെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇവരും പാഴ്സിയാണെന്ന് പറഞ്ഞു. ഇവരും പാഴ്സിയാണെന്ന് പറഞ്ഞു ഉടനെ. എന്നിട്ട് അവർ ചത്തു കഴിഞ്ഞിട്ട് അവരെ തീയിൽ വെച്ച് ഇതല്ലേ ദഹിപ്പിക്കുകയല്ലേ ചെയ്തത്. ഇയാളെ കൊണ്ട് ഏതോ സിമിത്തേരിയിൽ അടക്കം ചെയ്തു ഈ പണ്ടാരത്തിന്. എന്താ ഫിറോസ് ഗണ്ഡിനെ ഡൽഹിയിൽ എവിടെ ഇയാളുടെ ഒരു ടോംബ് കിടക്കും. അയാളാണെങ്കിൽ എന്താ പറയണ ലോകത്തിലേക്കും വെച്ച് സകലമാന ക്രിമിനൽ സ്വഭാവങ്ങളുടെയും ഉസ്താദാണ് അയാൾ. വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ മോളെ ലൈൻ അടിച്ചുകൊണ്ടിരുന്നു. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന സമയത്ത് ആള് വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ മോളെ ലൈൻ അടിക്കാൻ പോയനാണ്. എന്നിട്ട് വിജയലക്ഷ്മി പണ്ഡിറ്റ് പോയി ആ പെണ്ണിനെ വിളിച്ചോണ്ട് നയൻതാര എന്താ എനിക്കറിയ പേരറിയില്ല. അത്ര നല്ല സ്വഭാവമാണ്. പിന്നെ ഈ ചെറുക്കൻ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഞാൻ ഈ പറയുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഇതിങ്ങനെ പ്രചരിക്കുന്നുണ്ടോ അല്ലാതെ ഇത് മുസ്ലിങ്ങളാണെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അതേക്കുറിച്ചൊരു പുസ്തകം പോലും ആധികാരികമായി വരാത്തത്? ഇപ്പം നമ്മുടെ വിവേക് അഗ്നിഹോത്രി എന്ന് പറഞ്ഞൊരു സിനിമാ സംവിധായകനുണ്ട്. സിനിമാ സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ലാഫിംഗ് ബുദ്ധ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അർബൻ എക്സൽസൻസിനെ കുറിച്ചിട്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ഈ നെഹ്റു ഗാന്ധി കുടുംബത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഒരു പത്രക്കാരനും ഒരു ടെലിവിഷൻകാരനും ഒരു റിപ്പോർട്ടറും എന്താ പറയണ എഴുതൂല എതിരായിട്ട്. അവർക്ക് പേടിയാ, എഴുതി കഴിഞ്ഞാൽ കൊല്ലുന്നു. ഇപ്പം ഞാൻ മലയാളത്തിൽ പറയണ കാരണം അവന്മാരെന്നെ കൊല്ലില്ല എന്ന് വിചാരിക്കും. അതുപോലെ സുനിലിൻ്റെ നമ്മൾ പറയണ വേറെ ആരും അറിയില്ലല്ലോ. ഇവർ ഭയങ്കര തട്ടിപ്പാണ് ഈ കുടുംബം മൊത്തം. ദിസ് ഫാമിലി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രോഡ് കമ്മിറ്റഡ് ഓൺ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. ഇന്ത്യയിലെ ജനങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫ്രോഡാണ് ഈ കുടുംബം. ഇവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയല്ലായിരുന്നു. ഇവർക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. ആ തന്തക്കുറ്റീൻ്റെ മോളാന്ന് പറഞ്ഞ് അല്ലാണ്ട് ഒരു ക്വാളിഫിക്കേഷൻ ഇവർക്കില്ല. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? ഇന്ദിരാഗാന്ധിയുടെ ട്യൂഷൻ മാസ്റ്റർ കൊണ്ടെന്ന് വെച്ചാൽ ആ ട്യൂഷൻ മാസ്റ്റർ കൂടെ ഓടിപ്പോയി എങ്ങാണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, അത് പറയണ്ട, ഞാനത് എതിർക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. ശരി, ഓക്കെ, അഗ്രി സമ്മതിച്ചു. ഓക്കെ, നമ്മൾ കോൺഗ്രസ്സുകാരുടെ പക്ഷം കൂടെ പറയണം. അതെ അതെ അതെ, ഏകപക്ഷീയമായി പോകും. സമ്മതിച്ചു, ഞാൻ അഗ്രി ചെയ്യുന്നു. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരുപാട് കാലം എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് പറയാറുണ്ട് ഈ നെഹ്റു കുടുംബം മുസ്ലിമാണോ ഇല്ലയോ എന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ കുമാർ തെല്ലപ്പൻ സാറിനെ കിട്ടി. അദ്ദേഹത്തെ പോലെ ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയുടെ ചരിത്രം ഇതൊക്കെ വായിച്ച് മാത്രമല്ല അനുഭവിച്ചറിഞ്ഞ ഒരാൾ, ഒരു മാധ്യമപ്രവർത്തകനെ നമ്മുടെ ചാനലിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, നെഹ്റു കുടുംബം എന്താണ് എന്ന് തീരുമാനിക്കൂ. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതല്ലേ നല്ലത്. ജനറ്റിക് ഡിസോർഡർ എന്ന് പറയും, ജനിതക ഘടകം ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സി സുബ്രഹ്മണ്യത്തിന് അറിയില്ലേ സുനിൽ? മുൻ മഹാരാഷ്ട്ര ഗവർണർ. അതുകൂടാണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, തമിഴ്നാട്ടിലെ ധനകാര്യമന്ത്രിയായിരുന്നു. വായിച്ചിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നോട് നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഫ്രണ്ടായിരുന്നു, രാജശേഖർ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോഴും ഇവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു എനിക്ക്. അപ്പോൾ അന്നേരം ഈ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചത് ഹാൻഡ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു പുസ്തകം, ഓട്ടോബയോഗ്രഫി ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നെഹ്റുവിനെ ഇങ്ങനെ വാനോളം പൊഴുത്തി എഴുതിയിട്ടുള്ളത് അതിനകത്ത്. അപ്പോൾ അദ്ദേഹം ക്യാബിനറ്റിൽ അദ്ദേഹത്തെ എടുത്തപ്പോൾ ഏത് വകുപ്പാണ് ഇഷ്ടം എന്ന് ചോദിച്ചു നെഹ്റു. അപ്പോൾ പറഞ്ഞു എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെഹ്റു പറഞ്ഞു അയ്യോ അത്രയൊന്നും ആയിട്ടില്ല, നമുക്ക് വേറൊരു വകുപ്പിൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു സാർ ഹൗ വാസ് ദിസ് മാൻ ജവഹർലാൽ നെഹ്റു? ഞാൻ ആദ്യമായിട്ടാണ് നെഹ്റുവിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയെ കാണുക. ഹൗ വാസ് ഹി സാർ എന്ന് ചോദിച്ചു. ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ്. സുബ്രഹ്മണ്യൻ ചിരിക്കണ കാര്യം വളരെ റയറാണ്, വളരെ ദ ലെസ് ഐ സ്പോക്ക് അബൌട്ട് ഹിം, ദ ലെസ് ഐ സ്പീക്ക് അബൌട്ട് ഹിം ദ ബെറ്റർ. എത്ര കുറച്ച് സംസാരിക്കുന്നു അത്ര നല്ലത്. അപ്പോൾ പുസ്തകത്തിൽ അതെനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. നന്നായി. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവായി. ഈ കൺക്ലൂഷൻ ആണ് ഏറ്റവും ആപ്റ്റായ മറുപടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.